വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 59 മുതൽ 61 വരെ തിരുവചനങ്ങൾ. 8-ാം ദിവസം അവർ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിൻ്റെ പേരനുസരിച്ച് സഖറിയ എന്ന് അവന് പേര് നൽകാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേര് ഇല്ലല്ലോ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, 8-ാം ദിവസം ശിശുവിൻ്റെ പരിച്ഛേദനത്തോടനുബന്ധിച്ച് അവന് പേരിടുന്ന രീതി ഇസ്രായേലിൻ്റെ പാരമ്പര്യമാണ്. നമ്മുടെ എല്ലാം ഇടയിലും അപ്രകാരം തന്നെയാണല്ലോ. പരിച്ഛേദനത്തിന് പകരമായിട്ട് പുതിയ നിയമത്തിൽ മമോദീസായാണ് നൽകുന്നത്. അന്നാണ് ഒരു ശിശുവിന് പേരിടുന്നത്. എന്നാൽ ഈ പേരിടുന്നത് 2 വിധത്തിലാണ്. ഒന്ന്, പൂർവികമായിട്ട് ലഭിക്കുന്ന പേരനുസരിച്ച് പിതാവിൻ്റെ പേര് ആദ്യജാതന് നൽകുക എന്ന മനോഹരമായ ഒരു പാരമ്പര്യമാണ് ഇവർക്കുള്ളത്. അപ്രകാരം ഈ ശിശുവിൻ്റെ പേര് സക്കറിയാസ് എന്നാണ് ഇടേണ്ടിയിരുന്നത്. സക്കറിയ എന്ന പേരിൻ്റെ അർത്ഥം ദൈവത്തെ ഓർക്കുന്നു എന്നാണ്. എന്നാൽ എലിസബത്ത് പറയുന്നു, അങ്ങനെ അപ്പൻ്റെ പേരല്ല നൽകേണ്ടത്, യോഹന്നാൻ എന്ന പേരാണ്. എന്നാൽ യോഹന്നാൻ എന്ന പേരാകട്ടെ ഇവരുടെ കുടുംബ പശ്ചാത്തലത്തിൽ ആർക്കും അതുവരെ നൽകപ്പെട്ട ഒരു പേരായിരുന്നില്ല. എങ്ങനെയാണ് എലിസബത്ത് ഇതറിഞ്ഞത്? വിശുദ്ധ അംബ്രോസ് പഠിപ്പിക്കുന്നത്, എലിസബത്ത് ഈ പേരറിയുന്നത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തതുകൊണ്ടാണ്. കാരണം സഖറിയാസിന് സംസാരശേഷി നഷ്ടപ്പെട്ട് ഊമനായി തീർന്നിരിക്കുകയാണ്. പരിശുദ്ധ കന്യാമറിയം അവരുടെ ഭവനത്തിൽ വരുമ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മറിയത്തെ പറ്റി കർത്താവിൻ്റെ അമ്മ എന്ന് പ്രസ്താവിക്കുന്നു. അതുപോലെ തന്നെ ജനിക്കാനിരിക്കുന്ന ശിശുവിനെ പറ്റിയും പരിശുദ്ധാത്മാവാണ് അവളെ പഠിപ്പിച്ചത്. അങ്ങനെ പരിശുദ്ധാത്മാവിൽ ലഭിച്ച ബോധ്യമനുസരിച്ചാണ് എലിസബത്ത് പറയുന്നത്, അങ്ങനെയല്ല, പിതാവിൻ്റെ പേരല്ല കൊടുക്കേണ്ടത്, സ്വർഗം വെളിപ്പെടുത്തി തന്നിരിക്കുന്ന പേരാണ് അവനിടേണ്ടത്, അത് യോഹന്നാൻ എന്നാകുന്നു. യോഹന്നാൻ എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ഓർമ്മ എന്ന അർത്ഥമാണ്. മറ്റൊന്ന്, ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. പിന്നൊന്ന്, ദൈവകൃപ എന്നതാണ്. എലിസബത്തിനോട് ദൈവം കൃപ കാണിച്ചു. അങ്ങനെ വാർദ്ധക്യത്തിൽ വന്ധ്യയായ അവൾക്ക് ഒരു പുത്രൻ ലഭിക്കുന്നു. ആ ദൈവകൃപയെ ആ മകനിൽ നിലനിർത്തേണ്ടതിന് ഇത് ദൈവകൃപ എന്ന് അവൾ പറയാം. മറ്റൊന്ന്, യോഹന്നാൻ്റെ ദൗത്യവുമായി ബന്ധപ്പെട്ടതാണ്. അത് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്ന അവൻ്റെ പ്രവാചക ദൗത്യത്തിന് ചേരുന്ന പേര്. സ്വർഗം കൊടുക്കുന്ന പേരതാണ്. ഒരു പ്രവാചകൻ്റെ ദൗത്യത്തിനോട് ചേരുന്ന പേരാണത്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ ലോകത്തിന് ചൂണ്ടിക്കാണിക്കുന്ന പ്രവാചക ദൗത്യമാണ് അവൻ്റെ പേര്. ആ പേര് അവന് നൽകണമെന്നാണ് എലിസബത്ത് പറയുന്നത്. ഹാവ് എ ബ്ലെസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു.